ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിന്ദൂസ് കിച്ചൻ. ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ ബോളാനിയാണ്. ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് വരേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി വെക്കണം. ഒരു 30 മിനിറ്റ് ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് ഉപ്പിട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ വാടി കിട്ടുകയൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. നമുക്കിതൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഓരോ ഉരുളകളാക്കി വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ആദ്യം ഒരു കട്ടിയിൽ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിതിവിടെ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്ന് നനച്ച് കൊടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് വെട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവ കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിൽ ഉപയോഗിച്ച് മാത്രം നമ്മളൊന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പൊട്ടറ്റോ ബോളാനി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.